എവ്രിവൺ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അടുത്തായിട്ട് എപ്പോഴും ഷോർട്ട് വീഡിയോസാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിലോട്ടേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങാറ്. ഇനി അങ്ങോട്ട് 2 ദിവസം കൂടുമ്പം ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് സ്റ്റഡീസ് മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും, ഒരു ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം, ഈ ചാനലിന്റെ നെയിം ഞാൻ മാറ്റിയിട്ടുണ്ട്. ലവ്ലി സിസ്റ്റേഴ്സ് എന്നായിരുന്നു ആദ്യത്തെ നെയിം. ഇപ്പം ഞാൻ എൻ്റെ പേര് തന്നെ ആക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും കൂടി എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു. കാരണം ഇപ്പം അനിയത്തിയൊക്കെ വേറെ വേറെ സ്ഥലത്ത് പഠിക്കാൻ പോയിട്ടുള്ളത്. അപ്പം ഞാൻ മാത്രമേ ഈ ഒരു ചാനലിൽ വ്ളോഗ്സ് ഇടാറുള്ളൂ. സോ നമ്മളെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു എൻ്റെ പേരിട്ടിട്ട് തന്നെ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട്. കാരണം വീട്ടിലായതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ്. സോ നിങ്ങൾ ഈ ഫ്രൂട്ട് ബോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡിഗ്രി 5th സെം എക്സാംസ് വരാൻ പോവാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കണം എന്നുള്ളതുണ്ട്. സോ കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കിയാലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുള്ളത് അറിയാമല്ലേ. ഞാൻ എൻ്റെ മെയിനായിട്ട് എൻ്റെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. സത്യം പറയാലോ എൻ്റെ ലൈഫിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു അൺബോക്സിങ് ചെയ്യാമല്ലേ. ഞാൻ നൈക്ക ഫാഷനിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 800-700 ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷെ എനിക്ക് ഓഫറിന് 500 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഫ്ലോപ്പായിരുന്നു. എന്താ വിചാരിച്ചാൽ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ആ ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം തന്നെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ആ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1-2 ഹാമ്പറിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഐ തിങ്ക് ഫെബ്രുവരി മാർച്ചിലായിരുന്നു ഞാൻ ഹാമ്പറിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അനിയത്തിയും കൂടിയിട്ടായിരുന്നു കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടുന്നുള്ളത്. കുറച്ച് ടൈം കൊണ്ട് തന്നെ, കുറച്ച് ടൈം ഡ്യൂറേഷൻ കൊണ്ട് തന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകാത്തതുകൊണ്ട് തന്നെ എന്തായിരിക്കും റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാക്ക് ഓൺ ട്രാക്ക് ആക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. 1-2 പരിപാടി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ചൂടാണല്ലേ. അപ്പോൾ നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡിലോട്ടേക്ക് ഇറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. ഉമ്മ ബാക്കി ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈഡിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് തോരനും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ഉച്ചക്കത്തെ ഫുഡും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 മണിയൊക്കെ ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കൊലാബ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ തലേന്ന് ഹാമ്പറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇത്: വാച്ച്, ഡ്രസ്സ്, പിന്നെ കുറച്ച് ഹിജാബ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എൻ്റെ ചാനലിൽ എങ്ങനത്തെ ടൈപ്സ് ഓഫ് വ്ളോഗ്സ് വേണമെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഞാൻ നിങ്ങളുടെ സജഷൻസും കൂടി എടുക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ നല്ല നല്ല വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഹൂഡീൻ്റെ മേലെ അബായ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് അബായാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഹാമ്പർ വർക്കിലോട്ടേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. കാരണം ഈ കമ്മിങ് വീക്കിൽ നമുക്കൊരു സർപ്രൈസ് റെഡിയാക്കാനുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വ്ളോഗിൽ പറയുന്നില്ല. നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. കാരണം അയാൾ ഈ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർപ്രൈസ് ഫ്ലോപ്പ് ആവും. ഹാമ്പർ മേക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറ്. എപ്പോഴും അന്ന് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അപ്പം അവിടെ നിന്ന് തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേറൊരു ഹാമ്പർ കൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊരു ബർത്ത്ഡേ ഹാമ്പർ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ കാണിച്ച മുസല്ലും ഖുറാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹാമ്പർ മേക്കിങ്ങിന് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. കാരണം എന്തൊക്കെയാണ് എടുക്കേണ്ടതുള്ളത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റ് ആവും. പിന്നെ ഞങ്ങൾ MRI പോയി നല്ല കടിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പം തന്നെ ഹാമ്പർ മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കേണ്ട വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാമ്പറും കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ അനിയത്തിയും സഫിയും കൂടിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യാറ്. അവളുണ്ടാവുന്ന ടൈം ഞാൻ എല്ലാ കാര്യങ്ങളും
അവളാണ് ഏൽപ്പിക്കാറ്. അവളില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. പക്ഷേ അവളുണ്ടാകുന്ന ടൈം ഞാൻ എന്തൊക്കെയോ കളി കളിക്കും. ഒന്നും എനിക്ക് ചെയ്യാൻ അറിയാത്ത പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പക്ഷേ ബാക്കിയുള്ള ടൈം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അവൾ പഠിക്കാനൊക്കെ പോയ ടൈം ഹോഡോസ് കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് സർപ്രൈസിന് വേണ്ടിയിട്ടുള്ള ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. രണ്ടാമത്തെ ഓർഡർ നമുക്ക് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു ടൈം വെച്ചിട്ട് ഇതിപ്പം നല്ല വൃത്തിക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. നിങ്ങൾ വരുന്ന വഴിക്ക് നല്ല അൽഫാമും പൊറോട്ടയും കുബൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നമ്മൾ ഹാമ്പറും കാര്യങ്ങളൊക്കെ ഒരു വക എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നാളത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ലേറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അറൗണ്ട് 12:30 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഞാൻ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം എന്തെടുക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാം വ്ളോഗാണ് ലാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഡെയിലി ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ നല്ല പണിയാണ്, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.